സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും വാങ്ങിച്ച് കഴിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച നൂഡിൽസാണ് ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് ആക്ച്വലി ഞാൻ കൊച്ചിയിൽ ജീവിച്ച സമയത്ത് ഐശ്വര്യ ഇതിങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ഒരു കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്പൂണാണ് എനിക്ക് കഴിക്കാൻ കിട്ടിയതെങ്കിലും ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് ഇതിനി വാങ്ങി കഴിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച നൂഡിൽസാണിത്. ബുൾഡക്ക്. യെസ്, ഇതിൻ്റെ പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഒരു പാക്കറ്റിന് 150 രൂപയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും വാങ്ങിച്ച് നമ്മൾ മാഗി കഴിക്കുന്ന കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആഗ്രഹം മൂത്തൊരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ഇന്നൊരു രാമൻ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എഗ് ബോയിലർ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഗ് ബോയിലറിൽ ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചു. അങ്ങനെ ഒരു മുട്ടയ്ക്കായി. പിന്നെ ചട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ജസ്റ്റ് അത് തിളച്ച് വരുമ്പം ഈ നൂഡിൽസ് ഇടുന്നു. എനിക്ക് കുറച്ച് നൂഡിൽസിൽ കുറച്ച് ആ ഒരു സൂപ്പി പോലെ കുറച്ച് വെള്ളം ബാലൻസ് നിൽക്കുന്നത് ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇതിലെനിക്ക് കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഞാനത് കുറച്ച് ബാക്കി വെച്ചിട്ട് നമ്മൾ ഇതിനകത്തുള്ള ഈ സോസും പിന്നെ വേറൊരു മസാല ഉണ്ട്, ഇതുകൂടെ ആഡ് ചെയ്യാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ചീസും കൂടെ ഭംഗിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എനിക്ക് ചീസ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. എനിക്ക് എന്തെങ്കിലും ചീസ് വേണം. എന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ ചീസ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചീസൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ, നൂഡിൽസ് ആണെങ്കിലും പാസ്തയൊക്കെ ആണെങ്കിലും. അങ്ങനെ നമ്മൾ ഒരു സ്ലൈസ് ചീസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം റെഡിയായി നമ്മളുടെ ബുൾഡക്ക് നൂഡിൽസ്. യെസ്, അപ്പം ഞാൻ ഭംഗിക്ക് വേണ്ടി ഇവിടെ 2 മുട്ടയൊക്കെ വെച്ചു. പക്ഷെ മുട്ട മര്യാദയ്ക്ക് വെന്തില്ല. ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നുകൂടെ നോക്കണം എഗ് ബോയിലറിൻ്റെ. അപ്പം നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ടൊരു സാധനം ഇങ്ങനെ വായിലോട്ട് ഇങ്ങനെ ഒരു സ്പൂൺ അങ്ങോട്ട് വെക്കുമ്പോൾ ഒരു സ്വർഗം കിട്ടിയ ഫീലാണല്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പം എന്താണെങ്കിലും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ പിങ്ക് കഴിക്കാത്തവർ പിങ്ക് കഴിച്ച് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ പുറത്തിരുന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നോയ്സ് കേൾക്കാം, ഒന്ന് സഹിക്കണം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.